ഈ സതീശൻ്റെ അകത്ത് ഒരു പിണറായി ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലേ. സതീശൻ ഈ പിണറായി വിജയൻ ഇങ്ങനെ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, പുള്ളി സ്വതവേ തന്നെ കുറച്ച് ഒരു സ്റ്റിഫ്നെസ് ഉള്ള ആളാണ്. സാധാരണ കോൺഗ്രസ്സുകാരനെ പോലെ കാണുന്നവരെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, അങ്ങനെയൊന്നും ചെയ്യില്ല. പണ്ടോട്ടെ ഒരു കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് നമ്മളും ഒരു മരണ വീട്ടിൽ പോകുന്നില്ല, അവിടെ മരിച്ച ആളുടെ മകളെ ആരോഗ്യം കണ്ടാകുന്നത് അത്യാവശ്യം എന്തെങ്കിലും ആശയവിനിമയം നടത്തിക്കൊണ്ട് പോരുമ്പോൾ സകല കോൺഗ്രസ്സുകാരെ അടുത്തോടെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കും, ഇയാളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക, അതൊന്നും പുള്ളി അണ്ടർടൈൻ ചെയ്യില്ല. അങ്ങനെ പ്രവർത്തകരോട് അങ്ങനെ താതാത്മ്യം പ്രാപിക്കുന്ന ആളായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം പുള്ളി അതിനുവേണ്ടി ബോധപൂർവമായിട്ട് ശ്രമിക്കുമെന്നറിയില്ല. ഒരു മേക്ക് ഓവറിന് വേണ്ടിയിട്ട് സാധാരണ പുള്ളിയുടെ രീതി അതല്ല, കുറച്ച് കടുപ്പക്കാരനാണ്. ഞാൻ പുള്ളി ഒരു അരപ്പിണറായിയാണെന്ന് പറയാം തൃശ്ശൂർ ഭാഷയിൽ. അങ്ങനത്തെ ഒരാളാണ് പുള്ളി. അങ്ങനെ അധികമായിട്ടൊരു സ്വാതന്ത്ര്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ചെന്നിത്തലയുടെ അടുത്തോ ഉമ്മൻചാണ്ടിയുടെ അടുത്തൊക്കെ കിട്ടുന്ന ഒരു അക്കോമഡേഷൻ മാധ്യമങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും VD സതീശന് കിട്ടുകയില്ല, അത് ഉറപ്പാണ്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ റിനി ആൻ ജോർജ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി വളരെ ഇതായിട്ട് കയറി പോകുന്നു. മറ്റ് പാർട്ടി പ്രവർത്തകർക്കൊന്നും എത്താൻ പറ്റാത്ത ചില സ്ഥലങ്ങളിലേക്ക് അവരെത്തുന്നു, ഫോട്ടോ എടുക്കുന്നു, അത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, അതിന്റെ മേൽ ട്രോള് വാങ്ങുന്നു. എന്താണ് അടുത്ത കാലത്ത് ഇപ്പൊ എന്റെ പത്മനാഭൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അവര് പറവൂർ മണ്ഡലത്തിലുള്ള ഒരു സിനിമാ നടിയോ മറ്റോ ആണ്, എനിക്ക് ഇവരെ അറിയില്ല, ഞാൻ അവരൊരു സിനിമയും കണ്ടിട്ടില്ല. അവര് സതീശനുമായിട്ട് ആരെങ്കിലും പേഴ്സണലായിട്ടൊരു അടുപ്പുണ്ട്. ഇപ്പോൾ സതീശൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് എന്നെ ക്ഷണിച്ചു, ഞാൻ പോയില്ല, അന്ന് കോടതി തുറക്കണോ സാർ, അല്ലെങ്കിൽ ഞാൻ പോകാറില്ല. VS അച്യുതാനന്ദൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് പോയില്ല, പിന്നീട് സതീശൻ. ഞാൻ പോയിരുന്നു എന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ ആളുകൾ എന്നെ സ്വീകരിക്കും, ആദ്യം കയറ്റുകയും ചെയ്യും ഇല്ലേ. ഞാൻ ഏതെങ്കിലും മന്ത്രി എടുത്ത് എന്നിട്ട് ഫോട്ടോ എടുക്കുന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും. പോകാത്തതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. സണ്ണി ജോസഫിൻ്റെ കൂടെയോ റോജിയുടെ കൂടെയോ സിദ്ദിഖിൻ്റെ കൂടെയോ, അല്ല ഞാൻ പറഞ്ഞത് സിദ്ദിഖിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വിഷ്ണുനാഥിൻ്റെ കൂടെയോ ആരോട് കുഞ്ഞാലിക്കുട്ടിയുടെ കൂടെയോ ആരോട് എനിക്ക് ഫോട്ടോ എടുക്കാം. ഞാൻ ചെന്ന് ഇവരാരും ഫോട്ടോ എടുക്കണമെന്നും പറയില്ല. ഒരാളവിടെ ചെല്ലുന്നു, ഞാൻ കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസ്സിനെ പല സമയത്തും വളരെ ക്രൂരമായിട്ടും വിമർശിച്ചിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു സ്വീകാര്യത ഉണ്ടാവും. അതുപോലെ റിനി ആൻ ജോർജ് എന്ന് പറയുന്ന നടി, അവരൊരു നടി എന്നുള്ളതിലേക്ക് അവരുടെ ഒരു സ്വീകാര്യതയുണ്ട്. പറവൂർ മണ്ഡലത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതുകൊണ്ടാണ് അവർക്ക് സതീശൻ്റെ അടുത്ത് കുറച്ചും കൂടി സ്വാതന്ത്ര്യത്തിൽ പെരുമാറാൻ പറ്റുന്നത്. കോൺഗ്രസ്സുകാർക്ക് എത്തിപ്പറ്റാൻ പറ്റില്ല എന്നുള്ളത് റിനി ആൻ ജോർജിൻ്റെ കുറ്റമല്ല. ഇനി ഇതിൻ്റെ മറുവശമുണ്ട്. എനിക്ക് ഇവർ ഒരു പരിചയമില്ലെങ്കിൽ പോലും ഞാൻ അതിനകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യം, ഇവർ വന്നപ്പോൾ കുറേ ആളുകൾ കൂവി എന്നുള്ളതാണ്. അതാണ് നമ്മളെ അസ്വസ്ഥമാക്കേണ്ട വിഷയം ഇതാണ്. എന്താ അവർക്കൊരു പതിത്തുള്ളത്? അവർ വല്ല പിടിച്ചുപറി കേസിലെ പ്രതിയാണോ? അല്ലല്ലോ. കൂട്ടായ്മക്കാർച്ച കേസിലെ പ്രതിയാണോ? അല്ലല്ലോ. അവർക്ക് എന്തോ ഒരു പോരായ്മയുള്ള ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സ്ത്രീ, അവർ ചെയ്ത തെറ്റെന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായിട്ട് പരാതി ഉയർത്തിയത് അവരാണ്. അതൊരു തെറ്റാണോ? സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആരാധകരാണ് ഇവരെ കൂവിയത് ഇല്ലേ. ആ കൂവിയ ആളുകളാണ് അതിന് ഉത്തരവാദിത്തപ്പെടേണ്ടല്ല, അവരല്ല. പിന്നെ ട്രോള് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവർ ഈ രാഹുലിനെതിരെ പരാതി കൊടുത്തു. രാഹുലിനെ ആദ്യമായിട്ട് പൊതുമധ്യത്തിൽ എക്സ്പോസ് ചെയ്യുന്നത് ഇവരാണ് എന്ന കാരണത്താലാണ്. അപ്പോൾ നമ്മൾ അതിനെയാണ് കുറ്റപ്പെടുത്തുന്നത്, അല്ലാണ്ട് ഇവരെയല്ല കുറ്റപ്പെടുത്തുന്നത്. അവർ മോശമായി നന്നായിട്ടോ ചീത്തയായിട്ടോ ഏതൊക്കെ സിനിമകളിൽ അഭിനയിച്ചു, അവർക്ക് അതിൻ്റേതായ ഒരു പോപ്പുലാരിറ്റി ഉണ്ട്. അവർ പരാതിപ്പെട്ടതോടുകൂടിയാണ് ഒരു പക്ഷേ അതിനൊരു പ്രാമാണ്യം കിട്ടിയത്. സാധാരണ വല്ല പെൺകുട്ടികളൊക്കെ പരാതി കൊടുത്തെങ്കിൽ മുമ്പും പരാതികളുണ്ടായിരുന്നു ഇല്ലേ. പല നേതാക്കന്മാരുടെ പെൺമക്കൾ ഭാര്യമാരടക്കം പരാതി കൊടുത്തു. പക്ഷെ അവരാരും പൊതുമധ്യത്തിൽ വന്ന് പരാതി പറഞ്ഞില്ല. പൊതുമധ്യത്തിൽ വന്ന് പരാതി പറഞ്ഞ് ഇവരായതുകൊണ്ടും ഇവർ മറ്റു വിധത്തിൽ കുറച്ച് പോപ്പുലാരിറ്റി ഉള്ള ആളായതുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നത്തെ അവസ്ഥയിലെത്തിയത്. അപ്പോൾ ഈ മാങ്കൂട്ടത്തിൻ്റെ ഗുണ്ടകളാണ് അവരെ പോയി വിളിച്ചത്, അല്ലാണ്ട് മറിച്ചല്ല. നമ്മൾ ഈ മാങ്കൂട്ടം ഗുണ്ടകൾ അല്ലെങ്കിൽ ഷാഫി മാഫിയ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് കോൺഗ്രസ്, അവരെയാണ് കുറ്റപ്പെടുത്തുന്നത്. അത് പണ്ടത്തെക്കാളും ഊർജിതമായിട്ട് ഇപ്പോഴുണ്ട്, പണ്ടത്തെക്കാളും. പിന്നെ ഷാഫിക്ക് വലിയൊരു പ്രതിച്ഛായ നഷ്ടം സംഭവിച്ചു. സതീശനെതിരായിട്ട് നിലപാടെടുത്തോടി പുള്ളിയുടെ പഴയ ഗ്ലാമർ പോയി. പണ്ട് പുള്ളിയെ പൊക്കിക്കൊണ്ട് നടന്നിരുന്ന ആളുകളിൽ വലിയൊരു വിഭാഗം പുള്ളി ഇപ്പോൾ താഴ്ത്തു വെച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളുകളുണ്ട്, അവർ പുള്ളി അതിന് റിംഗ് മാസ്റ്ററായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ രണ്ട് പ്രവചനം കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞ, ഒന്ന് തൃക്കരിപ്പൂരും ഒന്ന് ഫാത്തിമ തഹ്ലിയുടെയാണ്. രണ്ടും വക്കീൽ പ്രൊഡിക്റ്റ് ചെയ്യുന്നതിന് അപ്പുറത്തേക്കായിരുന്നു ആ ജയം. അതെ, അത് എന്താ വെച്ചാൽ നമ്മൾ വിചാരിച്ചേക്കാളും വലിയ ഒരു തരംഗം ഇവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 90 തൊട്ട് 110 വരെ സീറ്റ് ജയിക്കാനുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന പാളിച്ചകൾ കൊണ്ടാണ് അത് 102-ൽ നിന്ന് പോയത്. സത്യത്തിൽ അത്ര വലിയ ഭൂരിപക്ഷമൊന്നും ഒരു പാർട്ടിക്കും കൊടുക്കരുത്, കൊടുത്താൽ അതിൻ്റെ പ്രത്യാഘാതം ഭയാനകമായിരിക്കും. കൂടിയ ഭൂരിപക്ഷം അല്ല ഒരു സർക്കാരിൻ്റെ
നിലനിൽപ്പിന് പ്രധാനമായിട്ടുള്ളത് ന്യായമായ ഭൂരിപക്ഷമാണ്. 90 സീറ്റ്, 85-90 ഇതിന് മാക്സിമം. അതിൽ കൂടുതൽ കിട്ടിയാൽ ഭരണം മോശം. പല കാരണങ്ങളുമുണ്ട്. അന്യതാ ജയിക്കാൻ പാടാത്ത പല ആളുകളും ജയിക്കും. ജയിച്ചതിൽ പല ആൾക്കാരും മന്ത്രിമാരാകാൻ വേണ്ടി സമ്മർദ്ദം ചെയ്തു. ഇങ്ങനെ പല കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ 102 സീറ്റ് കൂടുതലാണ്. സത്യത്തിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ല. നമ്മളൊരു 80 സീറ്റ് വരെ പ്രഡിക്റ്റ് ചെയ്തത്. നമ്മൾ 85. അത് സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുള്ള പോരായ്മ കൊണ്ടാണ്. ഇപ്പം ഈ സ്ഥാനാർത്ഥികൾ പലരും ജയിക്കാൻ പറ്റാത്ത സ്ഥാനാർത്ഥികളും ജയിച്ചു, ജയിക്കാൻ പാടില്ലാത്ത സ്ഥാനാർത്ഥികളും ജയിച്ചു. ഇതുമല്ല, ഇതിൽ കൂടുതൽ ജയിക്കുമായിരുന്നു. ഇപ്പോൾ പല മണ്ഡലങ്ങളും നമ്മൾ എടുത്തു പറഞ്ഞ പട്ടാമ്പി, അല്ലെങ്കിൽ വർക്കല, അരുവിക്കര, ഇതൊക്കെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വന്ന പാളിച്ച കൊണ്ട് തോറ്റുപോയ സീറ്റുകളാണ്. അല്ലെങ്കിൽ ജയിക്കും. അപ്പോൾ 105, 106, 107, 108, 109, 110, 115 വരെ പോകാൻ വരും. പക്ഷെ അത്രയും കൂടെ നിന്നു. ഇതാണ് സംഭവം. അപ്പോൾ തരംഗമല്ല, ഒരു രാഷ്ട്രീയ സുനാമി അവിടെ ഉണ്ടായിരുന്നു. സുനാമി ആ രൂപത്തിലായില്ല എന്ന് മാത്രമേ ഉള്ളൂ. 105 കഴിഞ്ഞ് പോരുന്നെങ്കിൽ ഇവർക്ക് രാജ്യസഭയിലേക്ക് പോലും ഒരാളെ ജയിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നത്. ആർക്ക്? LDF. അപ്പോൾ അത്ര വലിയ പരാജയത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്രയിലേക്ക് എത്തിയില്ല. അപ്പോൾ ഫാത്തിമ തെഹ്ലിയ ജയിച്ചു. സത്യത്തിൽ അവരുടെ ജയം തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു വനിതാ സ്ഥാനാർത്ഥി ആദ്യമായിട്ടാണ് ജയിക്കുന്നത്. ആ അർത്ഥത്തിൽ അതിന് ചരിത്രപരമായൊരു പ്രാധാന്യമുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർത്തില്ല. മാത്രമല്ല ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അല്ല, അത് മണ്ഡലം നമ്മൾ പഠിക്കുമ്പോൾ അതെ, മണ്ഡലത്തിൻ്റെ സ്വഭാവം പേരാമ്പ്ര, അതിൽ നാദാപുരത്ത് എത്ര വലിയ തോൽവിയുണ്ട്. നാദാപുരം മണ്ഡലം ഉണ്ടായ പിന്നെ എനിക്കൂടെ ആകെ ഒരു പ്രാവശ്യം പറ്റിയാണ് വേറൊരു ഈ കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ഒരാൾ ജയിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നാദാപുരത്തിൻ്റെ പ്രത്യേകത. നാദാപുരം പഴയ മേപ്പയ്യൂരായിരുന്ന കുറ്റ്യാടി, അങ്ങനെയുള്ള മണ്ഡലങ്ങളൊക്കെ തോറ്റുപോയി. കോഴിക്കോട് ജില്ലയുടെ ഏറ്റവും വലിയ അത്ഭുതം ഉണ്ടാക്കിയത് കോഴിക്കോട് നോർത്ത്. പ്രതീക്ഷിച്ചതാണെങ്കിലും ശൈലജ ടീച്ചറിന്റെ പരാജയം നമ്മൾ ടീച്ചർ തോൽക്കുന്നുള്ളത് ക്ലിയർ. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച അത്ര വലിയ പരാജയം ഉണ്ടായില്ല. അപ്പൊ അതൊരു പ്രതീക്ഷയുമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇനി അങ്ങോട്ടേക്ക് ശൈലജ ടീച്ചറിന്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും പാർട്ടിയിൽ? അത് പറയാൻ പറ്റില്ല. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്റ്റാലിനിസ്റ്റ് ചട്ടക്കൂട്ടിലാണല്ലോ. അതുകൊണ്ട് ഇന്ന സമയത്ത് പൊക്കി വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കോൺഗ്രസിലേക്കിടെ കുറച്ചുകൂടെ നന്നായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. മാർക്സിസ്റ്റ് പാർട്ടിയിൽ യാതൊരു പ്രവചനത്തിനും പ്രസക്തിയില്ല. കാരണം അവരൊരാളെ കൂടെ സംഹരിച്ച് കളയാൻ തീരുമാനിച്ചാൽ തകർത്തുകളെ. പിന്നെ ആളെ പൊടിയിട്ട് നോക്കാൻ പോലും കിട്ടൂല. അത്തരത്തിലൊരു ബലിയാടായോ ടീച്ചർ ബലിയാടായി. കാരണം എന്താ വെച്ചാൽ അവർക്ക് വലിയ വാർത്താ പ്രാധാന്യം കിട്ടി. മാത്രമല്ല അവരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന രീതിയിലൊക്കെ പ്രൊജക്റ്റ് ചെയ്തു. സത്യത്തിൽ അത്ര പ്രൊജക്റ്റ് ചെയ്യാത്തക്ക രീതിയിലുള്ള സാമഗ്രികളൊന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ പ്രത്യേക സാഹചര്യത്തിൽ ഈ നിപ്പ, അത് കഴിഞ്ഞ് കോവിഡ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ വാർത്താ പ്രാധാന്യം കിട്ടി. മുമ്പ് ആരോഗ്യമന്ത്രിമാർക്ക് ഇല്ലാത്ത രീതിയിൽ. പിന്നെ ഇവരൊരു സീരിയസ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്, ഒരു ഫിസിക്സ് ടീച്ചറായിരുന്നല്ലോ. അപ്പോൾ ആ രീതിയിലുള്ളൊരു സീരിയസ്നെസ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ആ രീതിയിലൊരു വാർത്താ പ്രാധാന്യം കിട്ടിയത്. പക്ഷെ അത് അവർക്ക് അവസാനം വിനയായിട്ട് മാറി.